റേഷൻ പ്രതിസന്ധിയിൽ ഇടപെടലുമായി ധനവകുപ്പ്. റേഷൻ കട ഉടമകളുടെ സംഘടനയുമായി നാളെ ഉച്ചയ്ക്ക് 2:30 ധനമന്ത്രി യോഗം വിളിച്ചു. വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമടക്കം ചർച്ചയിൽ പരിഗണിക്കും. 27 മുതൽ കടയടപ്പ് സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ചർച്ച. ഇപ്പോഴത്തെ പ്രശ്നം കേന്ദ്രത്തിൽ നിന്ന് അനുവദനീയമായ അരി കിട്ടാത്തതല്ല. അരി NFSA ഗോഡൌണുകളിലുണ്ട്. ഗോഡൌണിൽ നിന്ന് അരി റേഷൻ കടയുടെ വാതിൽപ്പടി എത്തിക്കുന്ന വിതരണക്കാർ സമരം ചെയ്യുന്നതാണ് പ്രശ്നം. അവർക്ക് സംസ്ഥാന സർക്കാർ നൽകേണ്ട 40 കോടി രൂപ കുടിശ്ശിക കൊടുത്താൽ സമരം തീരും. അതായത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതാണ് പ്രശ്നം. സമരം കാരണം സംസ്ഥാനത്തെ 83 റേഷൻ താലൂക്കുകളിൽ അരി വിതരണം ഈ മാസം നടന്നിട്ടില്ല. ഗ്രാമപ്രദേശങ്ങളിലെ പല റേഷൻ കടകളിലും ഈ മാസം കൊടുക്കാനായി ഡിസംബർ മാസത്തിൽ എത്തിച്ച അരിയുടെ സ്റ്റോക്ക് അടുത്തയാഴ്ച തീരും. അതായത് ഫെബ്രുവരിയിൽ കൊടുക്കാൻ റേഷൻ കടകളിൽ അരി ഉണ്ടാകില്ലെന്ന് സാരം. ഇതിനൊപ്പം കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി റേഷൻ വ്യാപാരികൾ 27-ാം തീയതി മുതൽ കടയടച്ചിടാൻ പോവുകയാണ്. കഴിഞ്ഞ മാസം കുറച്ചധികമായി റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തിയത് കാരണം സ്റ്റോക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റേഷൻ വ്യാപാരികൾ സമരത്തിന് പിന്മാറിയാലും വാതിൽപ്പടിയിൽ വിതരണം നടത്തുന്ന ലോറി കോൺട്രാക്ടേഴ്സിന്റെ സമരം അവസാനിപ്പിച്ചാലേ റേഷൻ കടയിലേക്ക് സാധനങ്ങൾ എത്തുകയുള്ളൂ. പോളിസി അനുസരിച്ച് 5/5/20 ഈ മാസം അനുവദിച്ചിട്ടുള്ള അളവ്. അതിപ്പോൾ കോംബോ അടിസ്ഥാനത്തിൽ പച്ചരി 30, പുഴുക്കലരി 30, കുത്തരി 30 ഇങ്ങനെയാണ് അതിൽ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് സാധനമാണോ കൂടുതൽ കടയിൽ സ്റ്റോക്ക് ഉള്ളത് അത് നമുക്ക് കാർഡുടമയ്ക്ക് ബുദ്ധിമുട്ടില്ലാതെ പൂർണ്ണമായി അവർക്ക് റേഷൻ വിതരണം നടത്താൻ കഴിയും. ഇപ്പോഴത്തെ നിലയിൽ റേഷൻ കടക്കാർ തുറന്നിട്ടിട്ടും കാര്യമില്ല. കാരണം അരി എത്തിക്കേണ്ടവരുടെ സമരം അവസാനിച്ചിട്ടേ കാര്യമുള്ളൂ. ഈ മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം മുതൽ സ്റ്റോക്ക് ഒരു കടയിലും സ്റ്റോക്ക് കാണത്തില്ല. പൊതുവിപണിയിൽ അരിക്ക് വില കൂടുന്ന സാഹചര്യത്തിൽ റേഷൻ കട സാധാരണക്കാർക്ക് ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ അരി കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ കുടുംബ ബജറ്റ് താളം തെറ്റും. നമ്മളൊക്കെ എല്ലാ മാസം ഒന്ന് വാങ്ങിക്കുമല്ലേ, നമുക്ക് അത് ആശ്രയിച്ചൊക്കെയാണ് എല്ലാവരും ജീവിക്കുന്നത്. മറ്റത് കൂടുതൽ വിലയല്ലേ, നമുക്ക് കുറച്ച് ലാഭം ഉണ്ടല്ലോ. അടുത്ത മാസം കൊടുക്കേണ്ട അരിയുടെ വിതരണം ഈ മാസം 15 മുതൽ ഗോഡൌണുകളിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ്. 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നതാണ് പതിവ്. അടുത്ത മാസം ആദ്യം റേഷൻ കടയിൽ നിന്ന് ജനങ്ങൾ വാങ്ങുന്നതും ഈ അരിയാണ്. പക്ഷേ ജനുവരി 23 ആയിട്ടും അടുത്ത മാസത്തേക്കുള്ള അരി എത്തിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ അവസരത്തിൽ കട തുറന്നിട്ടും കാര്യമില്ല, കാരണം സ്റ്റോക്കില്ല. 50 കോടി രൂപ കുടിശ്ശിക തീർക്കാനായി സപ്ലൈകോയ്ക്ക് അടുത്തിടെ ധനവകുപ്പ് കൊടുത്തിരുന്നു. റേഷൻ കടക്കാരുടെ പ്രതിഫല വർധനയും ഇപ്പോൾ സാധ്യമല്ലെന്ന നിലപാടിലാണ് ധനവകുപ്പ്. സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രശ്നമാണ്. സർക്കാരും റേഷൻ കടക്കാരും വിതരണക്കാരും മനസ്സിലാക്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ അടുത്ത മാസം സാധാരണക്കാരന്റെ കഞ്ഞുകുടി മുട്ടില്ല. അതായത് ധനമന്ത്രി കണ്ണു തുറന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ അടുത്ത മാസം സാധാരണക്കാരന്റെ കഞ്ഞുകുടി മുട്ടും. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.